കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന് നെടുനായകത്വം വഹിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുസ്ലിം കൈരളിയുടെ നവോത്ഥാന നഭസിൽ കെട്ടിപ്പൊക്കിയ ജ്ഞാനോപുരങ്ങളാണ് മദ്രസകൾ. പരിശുദ്ധ ദീനിന്റെ പവിത്ര സത്യങ്ങളെ യുക്തിയുടെ ത്രാസിൽ തൂക്കി തിട്ടപ്പെടുത്താൻ ആവത് ശ്രമിക്കുന്ന ആധുനികതയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ ആദർശ പ്രതിരോധത്തിന്റെ ഈ അടയാളമുദ്രകൾ മാത്രം മതി സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രൗഢിയുടെ മഹത്വമറിയാൻ. 1926 ഉദയം ചെയ്ത് 90 വർഷങ്ങൾക്കിപ്പുറം മലയാളി മുസ്ലിങ്ങളുടെ ആത്മീയ വിചാരങ്ങളിലും വൈജ്ഞാനിക മണ്ഡലങ്ങളിലും സേവന സൗകുമാര്യതകളിലും ഉണർവും ഉന്മേഷവും ഉശിരും പകർന്നുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരിപാവന നേതൃത്വത്തിന്റെ പൂമരത്തണലിൽ മുസ്ലിം ഉമ്മത്ത് പുതിയ പ്രതീക്ഷകൾ നെയ്യുകയാണ്. പ്രബോധന വീഥിയിലെ പുതുക്കിനാവുകളിൽ നിന്ന് കൺപോളകൾ പതുക്കെ തുറന്നിടുകയാണ്. തള്ളിപ്പറയാനല്ലാതെ തലോടാൻ ആരുമില്ലാതെ കേരളത്തിലെ മുസ്ലിം സമുദായം അലക്ഷ്യമായി അലയുന്ന കാലം. മലബാർ കലാപത്തിന്റെ കത്തിയാളുന്ന തീച്ചൂളകളിലേക്ക് എടുത്തെറിയപ്പെട്ട മാപ്പിള മക്കൾ നിസ്സഹായതയുടെ പുകച്ചുരുളുകളാൽ പൊതിഞ്ഞമർന്നു കഴിഞ്ഞ കാലം. മലബാർ കലാപം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരം, ഇതിന്റെ ഭാഗമായി ഇതിൽ ലയിച്ചു ചേർന്ന് നിന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ അതിശക്തമായി സമരമുഖത്ത് നിന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മാപ്പിള ഔട്ട്റേജസ് ആക്ട് ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഒരുപാട് മാപ്പിളമാരെ അന്തമാനിലേക്ക് നാട് കടത്തി, സ്ത്രീകളെ മാനമുഖപ്പെടുത്തി കൊല ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പാവപ്പെട്ട ഒരുപാട് സമുദായങ്ങളെ വെടിവെച്ചു കൊന്നു. ഇതിന്റെയൊക്കെ ഫലമായി ശരിക്കും അനാഥകളുടെ ഒരു ആധിക്യം നമ്മുടെ ഈ മലബാറിലുണ്ടായിരുന്നു. നിരക്ഷരതയും നിത്യദാരിദ്ര്യവും ജീവിത ചക്രമായി അവരിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. കെട്ടുപോയ കിനാവിന്റെ കരിന്തിരികളിൽ നെടുവീർപ്പുകൾ മാത്രം മേഞ്ഞു നടന്നിരുന്ന വിഹ്വലതയുടെ ആ വേനലുരുക്കങ്ങളിലേക്ക് ഒരു ഇളം കാറ്റ് പോലെ കടന്നുവരികയാണ് സമസ്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ വിശുദ്ധമായ ദീൻ, ഈ ദീനിനെ ഒരു നിലക്കുള്ള പരിവർത്തനത്തിനും വിധേയമാക്കാതെ അന്ത്യനാൾ വരെ അതിനെ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി കാലോചിതമായി ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ വളരെയധികം ആലോചിച്ചു. ഒരു മതസംഘടനകൾക്ക് അല്ലെങ്കിൽ മതപരമായ ഒരു സ്ഥാപനത്തിനൊക്കെ ഇവിടെ ശില നൽകുമ്പോൾ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക് ആദ്യമായി അവൻ സ്വീകരിക്കേണ്ട ചില പ്രത്യേക ആചാരങ്ങളും ചില പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അഥവാ ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞൊരു സംഗതി, ഇസ്തിഖാറത്ത് ചെയ്തു, നിസ്കരിച്ചു, ഇസ്തിഖാറത്ത് ചെയ്തു. അതിൽ നിന്നിട്ടും മഹാന്മാരാവുന്ന അവരുടെ മശായിഖന്മാരോട്, ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരോടൊക്കെ ബന്ധപ്പെട്ട് അവരൊക്കെ സമ്മതത്തോടു കൂടിയാണ് ഒരു മതസ്ഥാപനത്തിനും മതസംഘടനക്കൊക്കെ ഇവിടെ ശില നൽകേണ്ടത്. ഈ തത്വം പരിപൂർണമായി പരിഗണിച്ച് ആ തത്വത്തിൽ അധിഷ്ഠിതമായും കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഒരു വിശുദ്ധമായ ഒരു ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം. മാപ്പിള ലഹളയുടെ പോരാട്ട പരിസരങ്ങൾ പരിശുദ്ധ ദീനിന്റെ പാരമ്പര്യത്തെ തച്ചു തകർക്കാനൊരുമ്പെട്ട പുത്തനാശയക്കാർക്ക് മുമ്പിൽ പ്രതിരോധ കോട്ട പണിയാനുള്ള പുറപ്പാടായിരുന്നു അത്. നവീനവാദം സമുദായഗാത്രത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചതിന്റെ വേദനകൾ നെഞ്ചിലേറ്റുവാങ്ങാൻ സാത്വികരായ പണ്ഡിതന്മാർ കർമ്മരംഗത്തിറങ്ങി. ആദർശനിഷ്ഠ കൈവിടാതെ കാത്തുസൂക്ഷിച്ച കേരളത്തിലെ പാരമ്പര്യ മുസ്ലിം സമൂഹത്തിന് അവരുടെ അകതാരിൽ ആത്മവീര്യം പകരാനും അഭിമാനബോധമൂട്ടാനും സമസ്ത പിറവികൊള്ളുകയായിരുന്നു. നവോത്ഥാനത്തിന്റെ പുതിയ പടഹധ്വനിയായി കേരളത്തിലേക്ക് ഇസ്ലാം ആദ്യ കാലഘട്ടത്തിലേ കടന്നു വന്നു. അന്നത്തെ മുസ്ലിങ്ങൾ പൂർവികരെ അംഗീകരിച്ചുകൊണ്ടും മഹാന്മാരെ പിന്തുടർന്നുകൊണ്ടും ജീവിച്ചു. മഖ്ദൂമികളുടെ കാലഘട്ടത്തിൽ അവർ അക്കാദമികമായി ഈ സമൂഹത്തെ മതം പഠിപ്പിച്ചു. ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തു. പൊന്നാനിലെ വിളക്കത്തിരുന്ന് സെനദ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ആ സെനദിന്റെ അടിസ്ഥാനത്തിൽ, ആത്മീയമായ സെനദിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ പണ്ഡിതന്മാരായി പ്രവർത്തിച്ചു. പ്രഭ പരത്തി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അത്യുന്നതമായ സംസ്കാരത്തിന്റെ പിന്മുറക്കാരാകാൻ സൗഭാഗ്യം സിദ്ധിച്ചവരാണ് കേരളീയ മുസ്ലിങ്ങൾ. പരിശുദ്ധ റസൂലിന്റെ പ്രബോധന കാലത്ത് സച്ചരിതരായ മാലിക് ദീനാറും സംഘവുമാണ് കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ കൈത്തിരിവട്ടവുമായി കടന്നുവന്നത്. കൊടുങ്ങല്ലൂരിന്റെ കടൽക്കരയിൽ കൊളുത്തപ്പെട്ട ആ ചെറുനാളം ഒരു മഹാജ്വാലയായി കേരളമാകെ പ്രഭ പരത്തുകയും ഇന്നും അത് അണയാതെ സമസ്തയിലൂടെ പ്രോജ്വലിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ആദ്യ ഇസ്ലാമിക പ്രബോധന സംഘത്തിന് കേരളീയർ താമസിക്കാൻ ഇടം കൊടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് പള്ളി നിർമ്മിക്കാൻ സ്ഥലങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ, കൊല്ലം, ഏഴിമല, ഭട്കൽ, മംഗലാപുരം, കാസർഗോഡ്, ശ്രീകണ്ഠപുരം, ധർമ്മടം, പന്തലായിനി, ചാലിയം എന്നിവിടങ്ങളിലെ
പുരാതന പള്ളികൾ സ്വഹാബിമാർ നിർമ്മിച്ചതാണ്. ഈ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇസ്ലാമിക പ്രബോധന ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. മദീന മാതൃകയിൽ നാന്ദി കുറിക്കപ്പെട്ട ദർസുകളാണ് പിൽക്കാലത്ത് നാട്ടിൻപുറങ്ങളിലെ പള്ളികളിലേക്ക് പറിച്ചുനട്ടത്. ഇതിൽ പൊന്നാനിയിലെ മഖ്ദൂം കുടുംബത്തിന്റെ പങ്ക് അവിസ്മരണീയമാണ്. 16-ാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പൊന്നാനിയിൽ വൈജ്ഞാനിക വിപ്ലവത്തിന് തിരികൊളുത്തിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. പ്രവാചകാനുചരന്മാരിൽ നിന്ന് തുടക്കം കുറിച്ച മതവൈജ്ഞാനിക കൈമാറ്റം ഇടർച്ച വരാതെ കാത്തുസൂക്ഷിച്ചത് പൊന്നാനിയിലെ മഖ്ദൂം കുടുംബമാണ്. മലബാറിലെ മക്കയായി പൊന്നാനി ഉദയം ചെയ്തതിനു ശേഷം കേരള മുസ്ലിങ്ങൾ ആത്മീയ ആവശ്യങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് പൊന്നാനി പണ്ഡിതന്മാരെയാണ്. പുതുതായി രൂപീകരിക്കപ്പെടുന്ന മഹല്ലുകളിൽ ഖാളിമാരെ നിയമിക്കുന്നതും പള്ളികളിൽ പണ്ഡിതന്മാരെ നിശ്ചയിക്കുന്നതും പൊന്നാനിയിൽ നിന്നായിരുന്നു. അവസാന 5 നൂറ്റാണ്ട് തികച്ചും മഖ്ദൂം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിന് കീഴിലായിരുന്നു മലയാളക്കരയിലെ മുസ്ലിം സമാജം. 18-ാം നൂറ്റാണ്ടിൽ സയ്യിദ് ജലാലുദ്ദീൻ മുഹമ്മദ് അൽ ഹളറമി എന്ന വലിയ സീതിക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ യമനിലെ ഹളർ മൌത്തിൽ നിന്ന് ഹളറമി സാദാത്തുക്കൾ കേരള തീരത്തെത്തി. യമനി സാദാത്തുക്കളുടെ സാന്നിധ്യം കേരള മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിലെ നവജാഗരണത്തിന് നിദാനമായി. ഈമാനിന്റെയും ഹിക്മത്തിന്റെയും കലർപ്പില്ലാത്ത ഉറവിടമായ യമനിൽ നിന്നുള്ള സയ്യിദ് സൂഫി പണ്ഡിതന്മാരുടെ കേരളത്തിലേക്കുള്ള വരവും പ്രബോധന പ്രവർത്തനങ്ങളും ഈ നാടിന് ലഭിച്ച വലിയ സൗഭാഗ്യമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ നൂതന ചിന്താപ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും വളർന്നു വരികയും ചെയ്തെങ്കിൽ കേരളത്തിൽ അത്തരം ചിന്താഗതികൾക്ക് വേരോട്ടം ലഭിച്ചിരുന്നില്ല. അനൈക്യമില്ലാതെ ശാന്തമായി കഴിഞ്ഞിരുന്ന കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉടലെടുക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകത്തോടെയാണ്. അതുവരെ കേരളത്തിൽ പരിശുദ്ധ ദീനിന്റെ പാരമ്പര്യത്തിന് ഒരു പോറലുമേറ്റിരുന്നില്ല. അന്നൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് മഹാന്മാർ അംഗീകരിക്കുന്നു. മില്ലർ സാഹിബ് തന്നെ മലബാറിന്റെ ചരിത്രം എഴുതിയ കൂട്ടത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടല്ലോ. അന്നത്തെ മുസ്ലിങ്ങളുടെ സ്വഭാവം, അവരുടെ പ്രാർത്ഥന, ഓ മൊഹീദ്ദീൻ ഷെയ്ഖ് സേവ് മീ എന്നത് അവരുടെ ഒരു പ്രത്യേക പ്രാർത്ഥനയായിരുന്നു. കുടുങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു. അവർ മൗലിദ് കഴിച്ചിരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് രണ്ടുപേർ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കരാർ പറയുകയാണെങ്കിൽ ബൈ ദ ഫുട്ട് ഓഫ് മമ്പർ എന്നങ്ങൾ ഈസ് എ സേക്രഡ് സീൽ ടു എ മാപ്പിള കോൺട്രാക്ട് എന്ന് എഴുതിയത് മില്ലർ സാഹിബിന്റെ പുസ്തകത്തിലാണ്. അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷുകാരനായ ചരിത്രകാരൻ വരെ ഇവിടെ വന്ന് മുസ്ലിങ്ങളുടെ ഈ സ്വഭാവവും സവിശേഷതയും കണ്ടു മനസ്സിലാക്കി. അതൊന്നും ഒരു അന്ധവിശ്വാസമായിട്ടല്ല രേഖപ്പെടുത്തിയത്, മറിച്ചോ അതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ബലം, അതിന്റെ ആണിക്കല്ലായിട്ടാണ് രേഖപ്പെടുത്തിയത്. 1921 മലബാർ കലാപത്തിൽ സാമ്പത്തിക ദാരിദ്ര്യത്തെക്കാൾ നേതൃദാരിദ്ര്യമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ അലട്ടിയത്. കലാപത്തിന് നേതൃത്വം നൽകി അനുയായികളെ ദുരിതങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് സ്വയം രക്ഷ കണ്ടെത്തിയ ചില പണ്ഡിത വേഷധാരികൾ പിന്നീട് വിശ്വാസ വൈകല്യത്തിന്റെ വിഷവിത്തുകളുമായി ആദർശ കൈരളിയുടെ അന്തരീക്ഷങ്ങളെ അപകടപ്പെടുത്തുകയായിരുന്നു. മലബാർ കലാപത്തിന് തിരികൊളുത്തിയവരെന്ന പേരിൽ 3 പണ്ഡിതന്മാർക്കെതിരെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, KM മൗലവി എന്നിവരായിരുന്നു ആ 3 പേർ. ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒളിവിൽ പോയി പ്രാദേശിക സമരങ്ങൾക്ക് ആവേശം പകർന്നു. എന്നാൽ KM മൗലവി അറസ്റ്റ് ഭയന്ന് കൊടുങ്ങല്ലൂരിലേക്ക് നാടുവിടുകയാണുണ്ടായത്. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ MCC അബ്ദുറഹ്മാൻ മൗലവിയും കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും EK മൗലവിയും കൊടുങ്ങല്ലൂരിൽ മുമ്പേ എത്തിയിരുന്നു. കൊടുങ്ങല്ലൂരിലെ മുസ്ലിങ്ങൾക്കിടയിൽ കുടുംബവഴക്ക് നിത്യശാപമായിരുന്ന കാലമായിരുന്നു അത്. ഇവ പറഞ്ഞു തീർക്കാൻ ഈ മൗലവിമാർ ഒത്തുകൂടി. അതിനുവേണ്ടി നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു കൂട്ടായ്മയുണ്ടാക്കി. 1921 ആദ്യമായി സംഘടനാ സംവിധാനത്തിന് കേരളത്തിലെ ആദ്യത്തെ ബിദഈ പ്രസ്ഥാനമായ മുജാഹിദ് വിഭാഗം തുടക്കം കുറിക്കുന്നത്. അവർ കേരള മുസ്ലിം ഐക്യസംഘം എന്നൊരു പേര് സംഘടന രൂപീകരിച്ച് ഈ പുതിയ ചിന്തകൾ വ്യവസ്ഥാപിതമായി സമ്മേളനം വെച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിച്ചപ്പോൾ അക്കാലത്ത് ജീവിച്ചിരുന്ന സത്യസന്ധരായ പണ്ഡിതന്മാർക്ക് സ്വാഭാവികമായും അസ്വസ്ഥതയുണ്ടാകും. ഒരു 4-5 കൊല്ലക്കാലം ഇത് കണ്ടു, അനുഭവിച്ചു, കാര്യങ്ങൾ വിലയിരുത്തി പ്രതിരോധിക്കണമെങ്കിൽ സംഘടനാ സംവിധാനം തന്നെ അനിവാര്യമാണ്, നിലവിലുള്ള മഹല്ല് സംവിധാനം മാത്രം പോരാ എന്ന് മനസ്സിലാക്കി 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകിയത്. നിഷ്പക്ഷ സംഘം പിന്നീട് ഐക്യസംഘം എന്ന പേരിൽ പരിണമിച്ചു. ഐക്യസംഘത്തിന്റെ 1-ാം വാർഷികാഘോഷം 1923 ഏറിയാട്ട് വെച്ച് നടന്നു. ഐക്യസംഘത്തിന്റെ വഹാബി അജണ്ടകൾ പുറത്തുവന്നത് ഈ സമ്മേളനത്തിലൂടെയാണ്. ഈജിപ്തിൽ നിന്ന് റഷീദ് റിലയുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അൽ മനാർ എന്ന ബിദഈ പ്രസിദ്ധീകരണത്തിന്റെ കേരളത്തിലെ ഏക വായനക്കാരനായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഐക്യസംഘത്തിന്റെ ആദർശ വ്യതിചലനത്തിനെതിരെ പണ്ഡിതന്മാർ ജാഗരൂകരായി.
1924 ആലുവയിൽ ചേർന്ന രണ്ടാം വാർഷിക യോഗത്തിൽ പണ്ഡിതന്മാരുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. മൻ യഇശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. എൻ്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ദീനീ രംഗത്ത് ധാരാളം ഭിന്നിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സന്ദർഭത്തിൽ എൻ്റെ ശരീരയും എൻ്റെ സഹാബത്തിൻ്റെ ശരീരയും നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് പുണ്യനബി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. വിധേയ പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ മൗനം ദീക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും സജ്ജനങ്ങളെയും ശാപം അവരുടെ മേൽ ഉണ്ടാകുന്നതാണ് എന്ന് പുണ്യനബി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ആ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 25 കോഴിക്കോട് വെച്ച് അവരെ യോഗം കൂടുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുകയും ചെയ്തു. 1925 കോഴിക്കോട് സമ്മേളനം നടത്തിക്കൊണ്ട് ഈ പുത്തൻ പ്രസ്ഥാനം മലബാറിൽ പ്രബോധന താവളം കണ്ടെത്തുകയായിരുന്നു. വഹാബിസത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ ഉലമാക്കൾ തീരുമാനിച്ചുറച്ചു. 1925 കോഴിക്കോട് കുറ്റിച്ചിറ വലിയ ജുമാഅത്ത് പള്ളിയിൽ പ്രമുഖ പണ്ഡിതന്മാരും പൗരപ്രധാനികളും ഒത്തുചേർന്നു. കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ബേപ്പൂർ ജുമാ മസ്ജിദിലെ മുദരിസും പ്രമുഖ പണ്ഡിതനുമായിരുന്ന KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ പ്രസിഡന്റും പാറോൽ ഹുസൈൻ സാഹിബ് ജനറൽ സെക്രട്ടറിയുമായുള്ള സംഘം പ്രവർത്തനമാരംഭിച്ചു. വഹാബികൾ ആദർശ വൈകല്യം പറഞ്ഞ് പ്രചരിപ്പിച്ച കോഴിക്കോട്ടും ചാലിയത്തും എടവണ്ണയിലും മഞ്ചേരിയിലും വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. വിശ്വാസികളുടെ ഈമാനിനെ സംരക്ഷിക്കുവാനും തെറ്റിദ്ധാരണകൾ അകറ്റാനും ഈ സമ്മേളനങ്ങൾക്ക് സാധ്യമായി. ത്യാഗപൂർണമായ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്കൊടുവിൽ സംഘത്തെ വിപുലീകരിക്കാൻ തീരുമാനിച്ചു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലുള്ള പ്രഗത്ഭമതികൾ പുതിയ പണ്ഡിത കൂട്ടായ്മയുടെ മുൻനിരയിലുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലും ഇവിടെ ഒരു എതിർ വിഭാഗം ഉണ്ടാവും. അങ്ങനെ അല്പകാലം കഴിഞ്ഞപ്പോൾ മഹദൂം തറവാട് ക്ഷയിച്ചു. അത് ക്ഷയിച്ച ആ സമയത്ത് ബഹുമാനപ്പെട്ട ഒരു വിഭാഗി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളവർ ഏറ്റവും വലിയ ആരിഫും കുത്തുബ് സമാനുമാണ്, വലിയ ആരിഫാണ്, വലിയ വലിയ ഉപാസിയാണ്. താൻ എന്ത് ചെയ്തു എന്നാൽ ആ കാലത്തുള്ള മുഴുവൻ സ്വാധീനങ്ങളായ ആരിഫികളെയും വിളിച്ചുകൂട്ടി. വലിയ ദീർഘദർശനം ഉള്ള ആളാണത്. വിളിച്ചുകൂട്ടിയും കൊണ്ട് പറഞ്ഞു, കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആരിഫ്യങ്ങളുടെ ചുമതലയല്ലേ? അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല. ഒറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് മഹാനവറുകൾ ആഹ്വാനം ചെയ്തു. 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ നിരവധി പണ്ഡിതന്മാർ ഒത്തുകൂടി. കേരള മുസ്ലിങ്ങളുടെ അക്കാലത്തെ അനിഷേധ്യ നേതാവായിരുന്ന വരക്കൽ സയ്യിദ് ബാ അലവി മുല്ലക്കോയ തങ്ങളുടെ പ്രാർത്ഥനയോടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ കർമ്മരംഗത്തേക്ക് കാൽവച്ചു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റും പള്ളിവീട്ടിൽ മുഹമ്മദ് മൗലവി ജനറൽ സെക്രട്ടറിയുമായും സമസ്ത പ്രവർത്തന ഗോതയിലേക്കിറങ്ങി. പ്രധാനമായും 5 ഉദ്ദേശ്യങ്ങളാണ് സമസ്തയുടെ ഭരണഘടനയിൽ തുന്നിച്ചേർത്തിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനും ആചാരത്തിനുമെതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചാരണങ്ങളെയും നിയമാനുസൃതം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങളെ ഉദ്ബുദ്ധരാക്കുകയും ചെയ്യുക. മുസ്ലിം സമുദായത്തിന് മതപരമായും സാമൂഹികപരമായും ഉണ്ടായിരിക്കേണ്ട അവകാശ അധികാരങ്ങളെ സംരക്ഷിക്കുക, മതവിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും കോട്ടം തട്ടാത്ത വിധത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസ വിഷയങ്ങളിൽ വേണ്ടത് ചെയ്യുക. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഗുണത്തിനും മുസ്ലിം സമുദായ മധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിന്റെയും മതത്തിന്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക. ഈ മഹത് ലക്ഷ്യങ്ങൾക്കു വേണ്ടിയാണ് സമസ്ത അതിന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത്. അല്ലാഹു 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 അല്ലാഹു. 1934 കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ സൊസൈറ്റി ആക്ട് പ്രകാരം 1-ാം നമ്പർ സംഘമായി സമസ്ത രജിസ്റ്റർ ചെയ്തു. പ്രഗത്ഭ പണ്ഡിത മഹത്തുക്കളുടെ 40 അംഗ മുഷാവറയാണ് സമസ്തയുടെ പരമോന്നത സമിതി. മതവിധികൾ പ്രഖ്യാപിക്കാൻ ഫത്വ കമ്മിറ്റിയും സമസ്തയ്ക്കുണ്ട്. രൂപീകരണം മുതൽ ആദ്യ 2 ദശകങ്ങൾ സമസ്തയ്ക്ക് പ്രതിരോധത്തിന്റെ കാലമായിരുന്നു. ബിദ്അത്തിന്റെ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്ന് സമുദായത്തെ കാക്കണം, അതിന്
പണ്ഡിതന്മാർ രാപ്പകൽ ഭേദമന്യേ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ആദർശ പ്രഭാഷണങ്ങൾ നടത്തി ആളുകളെ യഥാർത്ഥ തൗഹീദിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചു. രൂപീകരണ വർഷം തന്നെ പലയിടങ്ങളിൽ സമ്മേളനങ്ങൾ നടത്തി സമസ്തയുടെ പ്രഗത്ഭ പണ്ഡിതന്മാർ വഹാബികളുടെ പൊള്ളത്തരങ്ങൾക്കെതിരെ പ്രതികരിച്ചു. ആദർശ വൈകല്യങ്ങളിൽ അള്ളിപ്പിടിച്ചിരുന്നവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സത്യപാന്താവിൽ അടിയുറപ്പിച്ചു നിർത്താൻ സമസ്തയുടെ ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായി. മുബ്തദിഉകളുടെ വെളുത്ത മുഖം മൂടി കൊണ്ട് മറയ്ക്കപ്പെട്ട കറുത്ത തൊലി പൊതുജനം തിരിച്ചറിഞ്ഞത് സമസ്തയുടെ ഈ അവസരോചിത ഇടപെടലിലൂടെയാണ്. സ്വാഭാവികമായും അങ്ങനെ അനിവാര്യമായ സാഹചര്യത്തിലാണ് സുന്നി വിഭാഗം, ഇവിടുത്തെ അടിസ്ഥാന വിഭാഗം സംഘടന രൂപീകരിച്ചത്. അന്നത്തെ പ്രധാനവും പരമവുമായ ലക്ഷ്യം കേരളത്തിൽ ലോകത്തിലെ എമ്പാടുമെന്ന പോലെ നിലനിൽക്കുന്ന ദീനിൻ്റെ യഥാർത്ഥ രൂപം, സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ പരിക്കേൽക്കാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാതെ തനതായ രൂപത്തിൽ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തലായിരുന്നു ലക്ഷ്യം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും പറവണ്ണ മുഹ്യുദ്ദീൻ കുട്ടി മുസ്ലിയാരും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും വഹാബികളുടെ ആദർശ പാപ്പരത്തങ്ങൾ അതിസമർത്ഥമായി അവതരിപ്പിച്ചത് കേരളത്തിൽ അഹ്ലുസുന്നയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ കാരണമായി. രൂപീകരണ പശ്ചാത്തലം വഹാബിസത്തിനെതിരെയുള്ള പ്രതിരോധമായിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് വെല്ലുവിളിയുയർത്തി രംഗപ്രവേശം ചെയ്ത ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ ബിദഈ പ്രസ്ഥാനങ്ങൾക്കെതിരെയും ശക്തമായ മുന്നറിയിപ്പും നിലപാടും സമസ്ത സ്വീകരിച്ചു. അവർക്കുള്ളതായ ഈ വികലമായ ഈ ആശയങ്ങളെ മുഴുവനും പൊതുജനത്തിന്റെ മുന്നിൽ വളരെ വ്യക്തമായ നിലക്ക് അതിനെ തുറന്നു കാട്ടി, അതിനെ പേന കൊണ്ടും നാവ് കൊണ്ടൊക്കെ എതിർത്ത് ഇവിടുത്തെ 99% മുസ്ലിങ്ങളെയും ഈ മഹത്താവുന്ന ശരീഅത്തിന്റെ പ്രത്യേക ബൗണ്ടറിയിലായിക്കൊണ്ട് പിടിച്ചു നിർത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തരീഖത്ത് എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗീകരിക്കുന്നതായ ഏറ്റവും അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുന്നത്. ഖാദിയാനികളെയും കള്ളത്വരീക്കത്തുകളെയും വിഘടന വിധ്വംസകവാദങ്ങളെയും തുറന്നെതിർക്കാൻ സമസ്ത ആർജവത്വം കാണിച്ചു. ഇത്തരം ദുർമാർഗങ്ങൾക്കെതിരെ സമസ്തയുടെ നിലപാടുകൾക്കാണ് കേരളത്തിന്റെ പൊതു മുസ്ലിം സമാജം അംഗീകാരം നൽകിയത്. സമസ്തയുടെ നിലപാടുകൾക്ക് കാതോർക്കുന്ന സമൂഹമാണ് കേരള മുസ്ലിങ്ങളിൽ മഹാഭൂരിഭാഗവും. ഇന്നും ആ പാരമ്പര്യം നിലനിർത്താൻ സമസ്തയുടെ നയനിലപാടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ആദർശ വ്യതിയാനത്തിന്റെ വക്താക്കൾക്കെതിരെ സമസ്തയുടെ പോരാട്ടം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആഗോളതലത്തിൽ സുന്നി ആശയങ്ങൾക്കെതിരെ ഉയർന്നുവന്ന അപസ്വരങ്ങൾക്കെതിരെ പലപ്പോഴും സമസ്ത പ്രതികരിച്ചിട്ടുണ്ട്. സമസ്തയുടെ സേവനങ്ങളുടെ രണ്ടാം ഘട്ടം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നതായിരുന്നു. ഓത്തുപള്ളികളിൽ നിന്ന് സ്കൂളുകളിലൊതുങ്ങിയ മതപഠന മേഖലയുടെ ഭാവിയിൽ ആശങ്കപ്പെട്ടാണ് സമസ്ത മദ്രസ പ്രസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. മദ്രസ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ സഹാബത്തിന്റെ കാലം തൊട്ട് ഇവിടെ പള്ളിയുടെ ദർസുകൾ ഉണ്ടായിരുന്നു. പള്ളി ദർസ് അത് മദ്രസ ഇല്ലാത്ത കാലത്തും ഓത്തുപള്ളികളിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള ഉപരിപഠന കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിന് നേതൃത്വം നൽകിയിരുന്നത് വലിയ പണ്ഡിതന്മാരായിരുന്നു. പൊന്നാനിയിലെ മഖ്ദൂമികളായ സൈനുദ്ദീൻ മഖ്ദൂം തുടങ്ങിയുള്ള ആളുകൾ അതിന് നേതൃത്വം നൽകി. 1945 കാര്യവട്ടത്ത് നടന്ന സമസ്തയുടെ 16ാം സമ്മേളനത്തിൽ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് ഈ സന്ദേശം പങ്കുവച്ചത്. 6 വർഷം സമസ്തയുടെ വിവിധ സമ്മേളനങ്ങളിലും മുഷാവറകളിലും മദ്രസ പ്രസ്ഥാനത്തിന്റെ പ്രായോഗികതയെക്കുറിച്ച് കൂലങ്കഷമായ ചർച്ചകൾ നടന്നു. 1951 വടകരയിൽ നടന്ന 19ാം സമ്മേളനത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെട്ടു. ലോകത്ത് തന്നെ തുല്യതയില്ലാത്തൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് സമസ്ത വിഭാവനം ചെയ്ത് കേരളീയ മുസ്ലിങ്ങൾക്ക് വലിയൊരു സംഭാവനയായി സമസ്ത നൽകിയിട്ടുള്ള മദ്രസ പ്രസ്ഥാനം. മലപ്പുറം ജില്ലയിലെ ചേളാരി ആസ്ഥാനമായി വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തനം തുടങ്ങി. CH ഹൈദ്രോസ് മുസ്ലിയാരുടെയും KP ഉസ്മാൻ സാഹിബിന്റെയും നേതൃത്വത്തിൽ മഹല്ലുകൾ തോറും മദ്രസകൾ സ്ഥാപിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ നടന്നു. നാടുനീളെ വാള് പരമ്പരകൾ സംഘടിപ്പിച്ചു. പട്ടിണിപ്പാവങ്ങൾ പണിയെടുത്ത് കിട്ടുന്ന നാണയത്തുട്ടുകൾ ശേഖരിച്ച് ഉലമാക്കളും ഉമറാക്കളും ചേർന്ന് മദ്രസകൾ കെട്ടിപ്പടുത്തു. ഇവ പരിശോധിച്ച് അംഗീകാരം നൽകുകയും ഏകീകൃത സിലബസും പരീക്ഷയും നടപ്പിൽ വരുത്തുകയും ചെയ്ത് വിദ്യാഭ്യാസ ബോർഡ് അതിന്റെ സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 10,000-ഓളം വരുന്ന മദ്രസകൾ ഇന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലായി സമസ്തയുടെ നിയന്ത്രണത്തിൽ നടന്നു വരുന്നുണ്ട്. അതിലൂടെ മുസ്ലിം കൈരളിക്ക് സമസ്തയുണ്ടാക്കിയ ആ പ്രവർത്തനത്തിന്റെ മാറ്റം ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെ ആര് കാണുമ്പോഴും സമ്മതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മതകീയമായ ഈ വളർച്ച വളർന്നു വരുന്ന മുസ്ലിം മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് മതകീയ സ്വഭാവത്തോടുകൂടി അവർക്ക്
വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് സമസ്ത ഈ മദ്രസ പ്രസ്ഥാനത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിന് പുറമെ കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, പോണ്ടിച്ചേരി, അന്തമാൻ, മലേഷ്യ, ലക്ഷദ്വീപ്, UAE, ബഹ്റൈൻ, കുവൈത്ത്, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നിവിടങ്ങളിലായി 7 ഭാഷകളിലുള്ള സിലബസ് പ്രകാരം സമസ്തയുടെ മദ്രസകൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 9595 മദ്രസകളിലായി 12 ലക്ഷം കുട്ടികളും 1 ലക്ഷം വരുന്ന അധ്യാപകരും 417 റേഞ്ചുകളിലായി വിസിറ്റിന് വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഇൻസ്പെക്ടർമാർ, അതോടൊപ്പം തന്നെ മദ്രസകളുടെ അക്കാദമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പാഠപുസ്തകം, കരിക്കുലം, പരീക്ഷ, അതിൻ്റെ മൂല്യനിർണ്ണയം ഉൾപ്പെടെയുള്ള അക്കാദമി മേഖലയിലെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നത് ഈ ഓഫീസ് കേന്ദ്രീകരിച്ചാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ സമസ്ത ചെലുത്തിയ സ്വാധീനം ആർക്കും ഇന്നുവരെ ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ വിശുദ്ധിയും, രണ്ടാമത്തേത് ഇതിന് നേതൃത്വം കൊടുത്ത മഹാപണ്ഡിതന്മാരുടെ വ്യക്തിവിശുദ്ധിയും. ഇന്ന് കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബിരുദങ്ങളായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജാമിയ നുരിയ, നന്ദി ദാർസലാം അറബി കോളേജ്, ദാറുൽ ഹുദ, വളാഞ്ചേരി മർക്കസ്, കടമീർ റഹ്മാനിയ തുടങ്ങി ഒട്ടനവധി ബിരുദം കൊടുക്കുന്ന സ്ഥാപനങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ ഫൈസി, ദാരിമി, ഹുദവി, വാഫി, സമസ്ത അംഗീകരിച്ച ഒരുപാട് ബിരുദങ്ങൾ വേറെയും, വാക്കവി, റഹ്മാനി, അസ്ഹരി, അതുപോലെ തന്നെ അസ്ഹരി, അൻവരി, അഷ്അരി, അർഷദി, നിസാമി തുടങ്ങി ഇനിയും പറയുന്നതും പറയാൻ നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിയാവുന്നതുമായ ഒട്ടനവധി ബിരുദങ്ങൾ സമസ്ത കേരള ജമിയത്തിനുടെ അംഗീകാരത്തോടു കൂടി തന്നെ ബിരുദധാരികളായ ആളുകൾ പഠിച്ച് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് അടിസ്ഥാനപരമായ പദബോധം സമൂഹത്തിന് കൊടുക്കുന്നതിന് സമസ്തയോളം മറ്റാരും വിജയിച്ചിട്ടില്ല. ഉദാഹരണമായി നമ്മൾ പരിശോധിച്ചാൽ കേരള സർക്കാരിന് നമ്മുടെ കേരളത്തിൽ ഏകദേശം 15,000-ൽ താഴെ സ്കൂളുകൾ മാത്രമാണുള്ളത്. 15,000-ൽ താഴെ സ്കൂളുകളാണ് കേരളത്തിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ കേരള സർക്കാർ നേരിട്ട് ഗവൺമെന്റ് വിദ്യാലയങ്ങൾ എന്ന് പറയാവുന്ന പ്രാഥമിക വിദ്യാലയങ്ങൾ 5250, ഹൈസ്കൂൾ വരെയുള്ള വിദ്യാലയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 5250 വിദ്യാലയങ്ങൾ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നു. എയ്ഡഡ് മേഖലയിൽ 7947, അൺഎയ്ഡഡ് മേഖലയിൽ 1282, പിന്നെ കുറെ CBSE 843, ICSEയുടെ 101 സ്കൂൾ, കേന്ദ്രീയ വിദ്യാലയം 30 എണ്ണം, ജവഹർ നവോദയ വിദ്യാലയം 14. ഇങ്ങനെ നമ്മൾ മൊത്തം പരിശോധിച്ചാൽ കേരളത്തിലെ 100% ജനങ്ങൾക്ക് ഗവൺമെന്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ, എയ്ഡഡ്, അൺഎയ്ഡഡ്, സർക്കാർ നേരിട്ട് നടന്ന സ്ഥാപനങ്ങൾ എല്ലാം കൂടി പരിശോധിച്ചാൽ ഏകദേശം 16,000-ൽ താഴെ സ്കൂളുകൾ വരും. ഇത് 100%-ന്റേതാണ്. അതേസമയത്ത് 27% ജനസംഖ്യയുടെ ഭാഗമായ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഈ സംസ്ഥാനത്ത് 9,600 മദ്രസകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ്? 27% വരുന്ന മുസ്ലിങ്ങൾക്ക് മാത്രം 9,700 മദ്രസകൾ അവരുടെ നിയന്ത്രണത്തിൽ. നേരെ മറിച്ച് 100% വരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഗവൺമെന്റ് സംവിധാനത്തിൽ മൊത്തം 16,000-ൽ താഴെ സ്കൂളുകൾ. രണ്ടും പരിശോധിച്ച് നോക്കൂ. ഗവൺമെന്റ് സംവിധാനത്തെക്കാൾ 2 ഇരട്ടിയിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് നടത്തുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? 1951 ഒക്ടോബർ 28-ന് വടകരയിൽ ചേർന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ യോഗത്തിൽ തന്നെ മദ്രസകൾക്ക് അംഗീകാരം നൽകാൻ തീരുമാനിച്ചു. ഇന്നും ഓരോ മാസവും 2ാം ശനിയാഴ്ചകളിൽ ചേരുന്ന വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ മദ്രസകൾക്ക് സമസ്ത അംഗീകാരം നൽകി വരുന്നു. മദ്രസ പ്രസ്ഥാനത്തിന്റെ സുഗമമായ നടത്തിപ്പും ഉസ്താദുമാരുടെ കൂട്ടായ്മയും രക്ഷിതാക്കളുടെയും മാനേജ്മെന്റ് ഭാരവാഹികളുടെയും നിതാന്ത ശ്രദ്ധയും ലക്ഷ്യം വെച്ച് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൌൺസിലും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും രൂപീകരിച്ചു. ഉമ്മത്തിന്റെ ഈമാനിന് കാവലിരുന്ന് ഇസ്ലാമിക സംസ്കൃതിക്ക് ഊടും പാവും നൽകിയ സമസ്ത 50 വർഷം പിന്നിട്ടപ്പോഴേക്കും കേരളത്തിലെ പരമോന്നത പണ്ഡിത പ്രസ്ഥാനമായി പേരെടുത്തു. പ്രബോധന വഴികൾ വിസ്തൃതമാക്കിയും ആദർശ പ്രതിബദ്ധത ഊട്ടിയുറപ്പിച്ചും ആബാലവൃദ്ധം ജനങ്ങളിലേക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ സത്യസാക്ഷ്യമെത്തിക്കാൻ സമസ്ത ശാസ്ത്രീയമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. സച്ചരിതർ കടന്നുവന്ന നാൾ വഴികളിലെ പ്രത്യയശാസ്ത്രഭാവങ്ങൾക്ക് ഒരു തരി പോറലുമേൽക്കാതെ ഇസ്ലാമിലെ ഇളം തലമുറകളിലൂടെ കാത്തുസൂക്ഷിക്കാൻ സമസ്തയുടെ നേതൃത്വത്തിലുള്ള മദ്രസകളും പള്ളി ദർസുകളും യത്തീംഖാനകളും അറബിക് കോളേജുകളും ദൌത്യനിർവഹണ വീഥിയിൽ സജീവമായി. വളരെ സ്തുത്യർഹമായ രീതിയിൽ ആധുനിക കാലഘട്ടത്തിന്റെ നാഡീസ്പന്ദനങ്ങൾ മനസ്സിലാക്കി സമൂഹത്തെ അഭിമുഖീകരിക്കാൻ യോഗ്യതയുള്ള മതവിദ്യാഭ്യാസവും മതേതര വിദ്യാഭ്യാസവും സമന്വയിച്ച് കരസ്ഥമാക്കിയ ഒരു പുതിയ പണ്ഡിത വിഭാഗത്തെയാണ് ദാറുൽ ഹുദ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 30 വർഷത്തിലധികമായി സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ സ്ഥാപിതമായ ദാറുൽ ഹുദ കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള വിവിധ രാഷ്ട്രങ്ങളിലുമൊക്കെ അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളാൽ അനുഗ്രഹീതമായത് എല്ലാവർക്കും അറിയാവുന്നതാണ്. യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ, മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പത്രപ്രവർത്തന രംഗത്ത്, ദൃശ്യശ്രാവ്യ രംഗങ്ങളിലൊക്കെ ദാറുൽ ഹുദയുടെ സന്തതികൾ അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ സന്തോഷകരമായ അഭിമാനാർഹമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. പരിശുദ്ധ ദീനിന്റെ പ്രൗഢി കാക്കുന്നതിന് പഴമക്കാർ ബാക്കിവെച്ച ജീവിത പാടുകൾ പകർത്തിയെഴുതാൻ പുതുതലമുറ പ്രതിജ്ഞാബദ്ധരായി. തവസ്സുലും ഇസ്തിഗാസയും മൗല മൗലീദും ഹദ്ദാദ് റാത്തീബും നൂലും മന്ത്രവും ഉറുക്കുമെല്ലാം കറകളഞ്ഞ വിശ്വാസ കരുത്തോടെ
സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തോടടുപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അന്തസ്സാർന്ന ജീവിതം ചിട്ടപ്പെടുത്തി. നമസ്കാരപ്പായകളിൽ ഇറ്റുവീഴുന്ന കണ്ണീർ കണങ്ങളെ സാക്ഷി നിർത്തി പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പൂർവ്വസൂരികളായ പണ്ഡിത മഹത്തുക്കൾ സമസ്ത എന്ന സത്യപ്രസ്ഥാനത്തെ പടുത്തുയർത്തി. ആദ്യകാലങ്ങളിൽ സമസ്തയുടെ പ്രധാന പ്രബോധന മാർഗം സമ്മേളനങ്ങളായിരുന്നു. കാലാന്തരങ്ങളിൽ പ്രവർത്തന മേഖല വിപുലമായപ്പോൾ വിവിധ കീഴ്ഘടകങ്ങളും പ്രസിദ്ധീകരണങ്ങളും ദീനീ സ്ഥാപനങ്ങളും സമസ്തയ്ക്ക് കീഴിൽ നിലവിൽ വന്നു. സമസ്തയുടെ നവോത്ഥാന സംരംഭങ്ങൾക്ക് ഉലമാക്കളും ഉമറാക്കളും ഊർജ്ജപ്രവാഹമായി വർത്തിച്ചപ്പോൾ യുവജനങ്ങളും ഈ സുഹൃതപാതയ്ക്ക് ഉശിരു നൽകാൻ കൂട്ടിനെത്തി. നേതാക്കളുടെ ആഹ്വാനങ്ങൾ ശിരസാവഹിച്ച് സത്യസന്ദേശത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ യുവജനങ്ങൾ ഏറ്റെടുത്തു. സമസ്തയുടെ സമുന്നത നേതാക്കളുടെ മനസ്സുകളെ ഇത് വല്ലാതെ കുളിരണിയിപ്പിച്ചു. പിൻതലമുറയെ പാരമ്പര്യത്തിന്റെ പരിസരത്ത് പിടിച്ചു നിർത്താൻ പ്രാപ്തരായ യുവതയിൽ അവർ പുതിയ പ്രതീക്ഷകളുടെ പൂമൊട്ടുകൾ വിരിയിച്ചു. യുവജന സംഘടന ആവശ്യമാണ് സമസ്തക്ക് കരുത്ത് പകരാൻ എന്ന് തോന്നിയപ്പോൾ 1950-കളിൽ സുന്നി യുവജന സംഘത്തിന് രൂപകൽപ്പന നൽകി. ബഹുമാന്യനായ മുസ്ലിം സമൂഹത്തിൽ ഏറെ സ്വീകാര്യരായ നേതാക്കളാണ് സമസ്തയുടെ എല്ലാ നേതാക്കളും. പാണക്കാട് സെയ്ദ് പൂക്കോയ തങ്ങളായിരുന്നു സമസ്ത യുവജന വിഭാഗത്തിന്റെ ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ. സമസ്തയ്ക്ക് താങ്ങും തണലുമാകാൻ സുന്നി യുവചേതനയെ സംഘശക്തിയാക്കണമെന്ന നേതാക്കളുടെ വിചാരപ്പെടലുകൾ SYS എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പിറവിക്ക് നിമിത്തമായി. 1954-ൽ താനൂരിൽ നടന്ന സമസ്തയുടെ 20ാം വാർഷിക സമ്മേളനത്തിലാണ് SYS പിറന്നു വീഴുന്നത്. തുടർന്ന് 7 വർഷം ഈ സംഘടന സമസ്തയുടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞു. 1961-ൽ കക്കാട്ട് നടന്ന 21ാമത് സമ്മേളനത്തിൽ സമസ്തയുടെ കീഴ്ഘടകമായി SYS അംഗീകരിക്കപ്പെട്ടു. സുന്നി കൈരളിയുടെ ആശയും ആവേശവും പ്രതീക്ഷയും പ്രത്യാശയുമായി SYS സേവന രംഗത്തിറങ്ങി. 6 പതിറ്റാണ്ടുകൊണ്ട് 6 നൂറ്റാണ്ട് കാലത്തെ ആദർശ ദൌത്യം അടയാളപ്പെടുത്തിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സുന്നി യുവജന സംഘം കൈരളിയുടെ മുമ്പിൽ സമർപ്പിച്ചു. 2014-ൽ കാസർകോട് വാദി ത്വയ്ബയിൽ നടന്ന SYS 60ാം വാർഷിക മഹാസമ്മേളനം സുന്നി യുവശക്തിയുടെ അജയ്യത വിളിച്ചോതുന്നതായിരുന്നു. സമസ്തയുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെ അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് വിവിധ പോഷക സംഘടനകൾ രൂപീകരിക്കപ്പെട്ടത്. 1976-ൽ തിരൂർ താലൂക്കിൽ തുടങ്ങി 1977-ൽ ജില്ലാ അടിസ്ഥാനത്തിലേക്ക് വ്യാപിപ്പിച്ച പ്രസ്ഥാനമാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. കേരളത്തിലെ മഹല്ലുകളെ സമുദ്ധരിക്കാനും ശാക്തീകരിക്കാനുമാണ് SMF നിലകൊള്ളുന്നത്. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വളർച്ച പരിപൂർണതയിലെത്തുന്നത് സഹിക്കവയ്യാതിരിക്കുമ്പോൾ സംഘടനയ്ക്കുള്ളിൽ ചില ജീവികൾ തലപൊക്കും. സമസ്തയും ഈ ദുർവിധിക്ക് ഇരയാവേണ്ടി വന്നു. സമസ്തക്കൊരു നയമുണ്ട് രാഷ്ട്രീയമായി. അതെന്താണ്? വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. ഇതായിരുന്നു സമസ്ത കേരള ജമിയത്തുലമയുടെ വ്യക്തമായ നയം. അന്നും ഇന്നും അങ്ങനെ തന്നെ. ഈ നയത്തിൽ സമസ്ത മുന്നോട്ട് പോകുമ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്ത് വന്ന ഒരാളും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കുറച്ചാളുകളും സമസ്തക്കൊരു രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് വാദിച്ചു. സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്താൻ ഒരുമ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് സമസ്തയുടെ ചരിത്രത്തിൽ ഒരു നാളും ഓർക്കപ്പെടാനാവാത്ത ഫിത്നകൾക്ക് നേതൃത്വം നൽകിയത്. സമസ്ത രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന മഹത് പ്രസ്ഥാനമാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിധേയത്വമോ വിരോധമോ സമസ്തയ്ക്കുണ്ടാകില്ല. സ്ഥാപിത കാലം തൊട്ട് സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് ഇതാണ്. എന്നാൽ പവിത്രമായ ഈ പ്രസ്ഥാനത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ നടന്നു. 1980-90കളുടെ കാലഘട്ടം ഇസ്ലാമിക ശരീഅത്തിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ജുഡീഷ്യറി പോലും വളരെ മോശമായ വിധത്തിൽ സമീപനം സ്വീകരിക്കുകയും അതോടൊപ്പം സംഘപരിവാറും വ്യത്യസ്ത രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ശരീഅത്തിനെതിരെ ശക്തമായ നീക്കം നടക്കുകയും ഏക സിവിൽ കോഡിന് വേണ്ടിയുള്ള വാദം സമർത്ഥമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അത്യന്തം സന്ദിഗ്ധമായ ഒരു ഘട്ടമായിരുന്നു 1980-90കളുടെ കാലഘട്ടം. സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം മുസ്ലിം ഉമ്മത്ത് നേരിട്ട ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യമായിരുന്നു. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കത്തിവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഏക സിവിൽ കോഡ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുസ്ലിം വിരുദ്ധ ശക്തികളുടെ നീക്കം. സന്ദിഗ്ധമായ ആ ഘട്ടത്തിലാണ് മുസ്ലിം സമുദായത്തിന്റെ സംഘബലത്തിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് നേരത്തെ ബിദഅത്തിന്റെ കക്ഷികൾ ചെയ്തതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം രംഗത്ത് വന്നിരുന്നത്. കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ചിലർ സമസ്ത നേതാക്കളെ കണ്ട് നിവേദനം നൽകി. സമസ്ത മുഷാവറ മുൻകൈയെടുത്ത് സുന്നികൾക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ സമസ്തയിലൂടെ കീഴ്ഘടകമായ സുന്നി യുവജന സംഘത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിക്കുകയോ ചെയ്യണമെന്ന കാന്തപുരം സമസ്തയുടെ സമുന്നത പണ്ഡിതന്മാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. എന്നാൽ സമസ്തയുടെ സ്ഥാപിത കാലം തൊട്ട് തുടർന്നു വന്ന നയത്തിനെതിരെയുള്ള ഈ ആവശ്യം അർഹിച്ച അവജ്ഞയോടെ സമസ്ത നേതാക്കൾ തള്ളിക്കളഞ്ഞു.
ഇലക്ഷൻ രംഗത്ത് സമത്ത് ഇന്ന് വരെ ചെയ്യാത്ത പ്രവർത്തനം പരസ്യമായി ഇവർ രംഗത്തിറങ്ങിക്കൊണ്ട് ചെയ്തു. വ്യക്തിപരമായി ചെയ്യാം, പക്ഷേ സമത്തിന്റെ കൊടി പിടിച്ച് ചെയ്യാനാവില്ല. അവരതും ചെയ്തു. യോഗം വിളിച്ചു, ഇന്ന പാർട്ടിയെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഈ വിവാദം കത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ സമത്വ കേരള ജമിയത്തിനുമേടെ ചില തീരുമാനങ്ങൾ വരുത്തു. ഉദാഹരണമായി ശരീഅത്ത് പ്രശ്നം. ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ബാധിച്ച പ്രധാനപ്പെട്ട പ്രശ്നമാണ് ശരീഅത്ത് പ്രശ്നം. അന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഈ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഗുലാം മഹമ്മൂദ് ബനാത്തുവാല പാർലമെന്റിൽ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ല് ഏറ്റെടുത്തു രാജീവ് ഗാന്ധി. അദ്ദേഹം ബനാത്തുവാലയോട് ചോദിച്ചു, നിങ്ങളുടെ ഈ വികാരം മുസ്ലിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കും. രഹസ്യാന്വേഷണ വകുപ്പിനെ കൊണ്ട് അത് പരിശോധിപ്പിക്കാൻ തീരുമാനമുള്ളപ്പോൾ സ്വാഭാവികമായി മുസ്ലിങ്ങളുടെ വികാരം എന്തെന്ന് ഗവൺമെന്റിനെ അറിയിക്കേണ്ടതുണ്ട്. മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് യോഗം വിളിച്ചു. ആ യോഗത്തിൽ വെച്ച് സേഡ് സാഹിബിനെ ചുമതലപ്പെടുത്തി. കേരളത്തിലെ മുസ്ലിങ്ങളുടെ വികാരം പ്രധാനമാണ്. സംഘടിതരായ മുസ്ലിങ്ങളുടെ പ്രദേശമാണ് കേരളം. കേരളത്തിലെ സംഘടിത മുസ്ലിം ശക്തിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ. അദ്ദേഹത്തെ ചെന്ന് കണ്ട് പിൻബലം ആവശ്യപ്പെടാൻ സേഡ് സാഹിബിനെ ചുമതലപ്പെടുത്തി മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡർ എന്നോ MP എന്നോ ഉള്ള അവസ്ഥയിൽ നിന്ന് മാറി ഈ രാജ്യത്തെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ മെമ്പർ എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട സേഡ് സാഹിബ് വെള്ളിമാട് കുന്നിൽ വന്ന് ഷെയ്ഖുനായെ ക്ഷണിച്ചത്. ഷെയ്ഖുന വിഷയ ഗൗരവം മനസ്സിലാക്കിയതിൽ പങ്കെടുത്തു. ഈ ഷെയ്ഖുന പങ്കെടുത്ത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രചരണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിച്ച് ആദർശം ചോർന്നു പോയി എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ഉണ്ടായില്ലേ? സമസ്തയുടെ അനുവാദത്തോടെ രാഷ്ട്രീയത്തിലിറങ്ങാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ വിഘടനവാദികൾ പിന്നീട് വളഞ്ഞ വഴികൾ കണ്ടെത്തി തുടങ്ങി. സമസ്തയുടെ സാത്വിക നേതൃത്വത്തെ അവമതിക്കാൻ രാഷ്ട്രീയ പ്രസംഗങ്ങളും പ്രസ്താവനകളുമായി അവർ രംഗത്തുവന്നു. സമുന്നത നേതാക്കളായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, CH ഹൈദ്രോസ് മുസ്ലിയാർ, MM ബഷീർ മുസ്ലിയാർ, കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ, KT മാനു മുസ്ലിയാർ, CKM സാദിഖ് മുസ്ലിയാർ എന്നിവർ ഇതിനെതിരെ ജാഗ്രതയോടെ നിലയുറപ്പിച്ചു. കാന്തപുരത്തിന്റെ തെറ്റായ നീക്കങ്ങളെ നിയന്ത്രിക്കാൻ സമസ്ത നേതാക്കൾ ആവത് ശ്രമിച്ചെങ്കിലും അതെല്ലാം കാന്തപുരം തന്ത്രപൂർവ്വം തള്ളിക്കളയുകയായിരുന്നു. ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ ഒരു പരിധിവരെ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹം ആഗ്രഹിച്ച എന്തായിരുന്നു? മുസ്ലിം ഉമ്മത്തിന്റെ സംഘശക്തിയിൽ വിള്ളലുണ്ടാക്കുക എന്നായിരുന്നു. നമ്മുടെ നാടുകളിലൊക്കെ വല്ലാത്ത കുഴപ്പങ്ങൾക്ക് വിത്തുപാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പള്ളികളിൽ അടിപിടി നടന്നു, സംഘടന നടന്നു, പോരാട്ടങ്ങൾ നടന്നു, യുദ്ധം നടന്നു, ഒരുപാട് പരസ്പര ആക്ഷേപകരമായ സാഹചര്യങ്ങൾ മതകീയ രംഗത്ത് നമുക്ക് കാണാൻ ഇടവന്ന ഒരു കാലഘട്ടമായിരുന്നു 1985 ശേഷം. ഈ ശരീഅത്ത് വിവാദത്തിന് ശേഷം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന നീക്കങ്ങളുടെ അനന്തരഫലമായി കൊണ്ടുണ്ടായിരുന്നു. പലപ്പോഴും അതിനൊക്കെ അദ്ദേഹം കൂട്ടുപിടിച്ചിരുന്നത് വിശ്വാസത്തെയായിരുന്നു, സുന്നത്ത് ജമാഅത്തിനായിരുന്നു, പടച്ച റബ്ബിനെയായിരുന്നു അദ്ദേഹം അതിനൊക്കെ കൂട്ടുപിടിച്ചിരുന്നത്. എല്ലാ നുണകളും ആവർത്തിക്കുമ്പോൾ, എല്ലാ അബദ്ധങ്ങളും ആവർത്തിക്കുമ്പോൾ അതിന് മേമ്പടിയായിക്കൊണ്ട് അദ്ദേഹം വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ട് അതിനെയൊക്കെ ന്യായീകരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തിരിച്ചറിവും നിസ്വാർത്ഥതയുമുള്ളവർ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. 1987 സെപ്റ്റംബറിൽ ചേർന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് യോഗം സമസ്തയിലെ പ്രശ്നം ഗൌരവപൂർവ്വം ചർച്ച ചെയ്തു. മസ്ലഹത്ത് ശ്രമങ്ങൾ പലതും നടന്നു. എല്ലാ ശ്രമങ്ങൾക്കും കാന്തപുരം തുരങ്കം വെച്ചു. സമുദായ സംഘശക്തിയിൽ വിള്ളൽ വീഴാതിരിക്കാൻ സാത്വികരായ പണ്ഡിതന്മാർ ഒരു ഭാഗത്ത് കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കെ ഏകപക്ഷീയമായി കാന്തപുരം SYS സമ്മേളനം എറണാകുളത്ത് പ്രഖ്യാപിച്ചു. ഇതോടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം സുന്നി പ്രവർത്തകർ സടകുടഞ്ഞെഴുന്നേറ്റു. കാന്തപുരം കക്ഷികൾ അങ്കലാപ്പിലായി. സമ്മേളന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സമസ്ത മുഷാവറ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ അവസാനവട്ട മസ്ലഹത്തിനും കാന്തപുരം പാരവെച്ചതോടെ മുഷാവറയിൽ നിന്ന് കാന്തപുരവും ഉള്ളാൾ തങ്ങളും ഉൾപ്പെടെയുള്ള 6 പേരെ സമസ്ത പുറത്താക്കി. 1989 സമസ്ത കേരള ജമിയത്തുലമയിൽ നിന്നും 6 പേരെ അച്ചടക്ക നടപടിക്ക് വിധേയമായി പുറത്താക്കി. കണ്ണിയത്ത് ഉസ്താദ് 1926 മുതൽ മുഷാവറ മെമ്പറാണ്. 89 കണ്ണിയത്ത് ഉസ്താദിന് 63 വർഷത്തെ പാരമ്പര്യമുണ്ട് സമസ്തയിൽ. അതിൽ 22 കൊല്ലം പ്രസിഡന്റാണ്. 63 കൊല്ലത്തെ പാരമ്പര്യവും 22 കൊല്ലത്തെ പ്രസിഡന്റ് പദവി വഹിച്ച പാരമ്പര്യമുള്ള കണ്ണിയത്ത് ജീവിച്ചിരിക്കെ 89 അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് കണ്ണിയത്ത് സമസ്തയിൽ വന്ന് 30 കൊല്ലം കഴിഞ്ഞിട്ട് മുഷാവറിൽ വന്ന ശംസുലമയുടെ 4 കൊല്ലത്തെ ശിഷ്യനായ ഒരാളെ പ്രസിഡന്റാക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ന്യായമോ അന്യായമോ? തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ട യോഗത്തിൽ നിന്ന് സമസ്തയുടെ സമുന്നത നേതാക്കളെ പുറത്തേക്കിറങ്ങാൻ കാന്തപുരവും അദ്ദേഹത്തിന്റെ ആഹ്വാനപ്രകാരം യോഗസ്ഥലത്തെത്തിയ ഗുണ്ടകളും സമ്മതിച്ചില്ല. അവർ നേതാക്കൾക്കെതിരെ പാഞ്ഞെടുത്തു. അറപ്പും വെറുപ്പും ഉളവാക്കുന്ന തെറിവിളികളെ കൊണ്ട് നേതാക്കൾക്കു നേരെ കൊഞ്ഞനം കുത്തി. കണ്ണിയത്ത് ഉസ്താദിനെയും ഷംസുൽ ഉലമയെയും തെരഞ്ഞുപിടിച്ച് തെരുവിലിട്ട് പക തീർക്കാൻ കാന്തപുരത്തിന്റെ അനുയായികൾ തയ്യാറായി. ചരിത്രത്തിലാദ്യമായി സമസ്ത മുഷാവറ കഴിഞ്ഞ് നേതാക്കൾ പുറത്തേക്കിറങ്ങാൻ പോലീസിന്റെ സഹായം വേണ്ടിവന്നു. 1989 ഫെബ്രുവരി 18 ചേർന്ന സമസ്ത മുഷാവറ യോഗം സമസ്തയുടെ തീരുമാനത്തിനെതിരെ പ്രവർത്തിച്ച 6 പേരെ പുറത്താക്കി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, PK മുഹീദ്ദീൻ മുസ്ലിയാർ, AV മാനുപ്പ മുസ്ലിയാർ, KP ഹംസ മുസ്ലിയാർ എന്നിവരെയാണ് സമസ്ത മുഷാവറ അംഗത്വത്തിൽ നിന്നും ഔദ്യോഗിക പദവികളിൽ നിന്നും പുറത്താക്കിയത്. സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ പിന്നെയും കലിയടക്കിയില്ല. അവർ സമാന്തര സംഘടനയുണ്ടാക്കി പകവീട്ടാൻ രംഗത്തെത്തി. കണ്ണിയത്ത് ഉസ്താദിനെയും ഷംസുൽ ഉലമയെയും 1ഉം 2ഉം പ്രതികളാക്കി കോടതി കയറ്റാൻ ധാർഷ്ട്യം കാട്ടി. സ്വന്തം ഗുരുനാഥന്മാരെ ധിക്കരിക്കുക മാത്രമല്ല, അവരുടെ നിർമ്മല ഹൃദയങ്ങളെ നൊമ്പരപ്പെടുത്താനാണ് 6 അംഗ സംഘം ശ്രമം തുടർന്നത്. സഹികെട്ട കണ്ണിയത്ത് ഉസ്താദിന് ഒടുവിൽ പ്രാർത്ഥന എന്ന വജ്രായുധത്തെ അവർക്കെതിരെ പ്രയോഗിക്കേണ്ടി വന്നു.
സമസ്തയ്ക്കെതിരെ കേസ് കൊടുത്തവർക്ക് ആരും ഒത്താശ ചെയ്തു കൊടുക്കരുത്. അവരുടെ യോഗത്തിൽ പങ്കെടുക്കരുത്. സമസ്തയ്ക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ. അവരെയും അവരുടെ അഹലുകാരെയും അള്ളാഹു ഖൈറിലാക്കാതിരിക്കട്ടെ. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സംശുദ്ധ ജീവിതത്തിലൂടെ സൂഫിസിയായി കഴിഞ്ഞ കണ്ണിയത്ത് ഉസ്താദ് ഒലിക്കുന്ന കണ്ണുകളോടെയും പിടയ്ക്കുന്ന ഹൃദയത്തോടെയും അള്ളാഹുവിനോട് തേടിയ തേട്ടത്തിന്റെ പ്രകമ്പനങ്ങൾ ആകാശഭൂമികളെ വിറപ്പിച്ചു. കണ്ണിയത്തുസ്താദിന്റെ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ കുറിക്കുകൊണ്ടു. കാലചക്രത്തിന്റെ കറക്കത്തിനിടയിൽ ഇടവേളകളില്ലാതെ കാന്തപുരവും കൂട്ടരും മുഖം കെട്ടുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, കുവൈത്ത് കരാർ ഒപ്പിട്ടു. സമത്വക്ക് അനുകൂലമായിരുന്നില്ല കരാർ. രണ്ടാമതായി ഇവർ ചെയ്ത പ്രവർത്തനം കാദിമാരെ നിയമിച്ചു. കാദിമാർ ആവശ്യമുണ്ടായിരുന്നില്ല സമൂഹത്തിന്റെ ജില്ലയിൽ എന്തൊരു കാദി. നേരത്തെ കാദിമാർ ഇവിടെ ഉണ്ട്. ഷിഹാബ് തങ്ങൾ കാദിയായിരുന്നല്ലോ. സെയ്ദ് ഷിഹാബുദ്ദീൻ ബിച്ചു തങ്ങൾ കോഴിക്കോട് കാദിയായിരുന്നല്ലോ. അവർ മാസം ഉറപ്പിച്ചിരുന്നല്ലോ. അവരെ മറികടന്ന് മാസം ഉറപ്പിച്ച് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കി, പെരുന്നാൾ ഉണ്ടാക്കി. നമ്മൾ കണ്ടതാണ്, നമ്മൾ കേട്ടതാണ്. റസ്മുൽ ഉസ്മാനി പ്രശ്നമുണ്ടാക്കി, മുസ്തഫ ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞു. തൊലാഖ് വിവാദമുണ്ടാക്കി, പണ്ഡിതന്മാരുടെ വില കുറക്കാൻ ശ്രമിച്ചു. അവസാനം പരിശുദ്ധ പ്രവാചകന്റെ തിരുക്കേശത്തിന്റെ വ്യാജ പതിപ്പിറക്കി കച്ചവടം ചെയ്യാൻ ശ്രമിച്ചതും കാന്തകൂടാരത്തിലെ കുരുത്തക്കേട് കഥകളിലെ മകുടോദാഹരണങ്ങളാണ്. കണ്ണിയത്തുസ്താദിന്റെ പ്രാർത്ഥന കാലാതിവർത്തിയല്ല. അതുകൊണ്ടുതന്നെ കാന്തപുരത്തിന്റെ കുരുത്തക്കേടിനും അറ്റമുണ്ടാവുകയില്ല. അതാണ് നാട്ടിക വി മൂസ മൗലവി മുമ്പ് പ്രവചിച്ചത്. കുരുത്തക്കേടിന്റെ അറ്റം കബീറ, വിമതന്റെ പതനം ഖരീബ. സമസ്തയെ നെടുകെ പിളർത്താമെന്ന വ്യാമോഹത്തോടെയാണ് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന SSF-നെ കാന്തപുരം സമസ്തയുടെ സമുന്നത നേതാക്കൾക്കെതിരെ കലഹത്തിന് വിട്ടത്. സമസ്തയുടെ പണ്ഡിതന്മാരുടെ ആദർശ കരുത്തളക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട വിദ്യാർത്ഥി നേതാക്കളെ പിടിച്ചുകെട്ടാൻ ആക്ഷൻ കൌൺസിൽ പ്രവർത്തകർ മുന്നോട്ട് വന്നു. SSF നേതൃത്വത്തിന്റെ നെറിക്കേടുകളെ ചോദ്യം ചെയ്ത് ആക്ഷൻ കൌൺസിൽ പുറത്തുവിട്ട കുറ്റാരോപണങ്ങൾക്ക് മറുപടി പറയാനാവാതെ SSF വിയർത്തു. പിന്നീട് സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാന്തപുരത്തിന്റെ വാലിൽ തൂങ്ങാനായിരുന്നു SSF-ന്റെ ദുര്യോഗം. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആശീർവാദത്തോടെ കേരളം കാത്തിരുന്ന ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം ഉദയം ചെയ്തു. SKSSF 1989 ഫെബ്രുവരി 19 കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ രൂപീകൃതമായ സംഘടന വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യമുയർത്തി സുന്നി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാലെടുത്തു വെച്ചു. അഹ്ലുസുന്നയുടെ ആശയാദർശ പ്രചാരണ രംഗത്ത് കരുത്തുറ്റ പ്രസ്ഥാനമായി ഇന്ന് SKSSF വളർന്നു പന്തലിച്ചു. സമസ്തയുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് അച്ചടക്കത്തോടെ പ്രയത്നിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ വകവയ്ക്കാതെ ഇടപെടേണ്ടിടത്ത് സധൈര്യം ഇടപെട്ടും മുഖ്യധാരയിൽ മുൻനിരയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇടം നേടിയ വിദ്യാർത്ഥി പടയണിയാണ് SKSSF. മത ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന SKSSF-ന് കീഴിൽ നിരവധി സബ് കമ്മിറ്റികളും കർമ്മരംഗത്തുണ്ട്. ഇക്കഴിഞ്ഞ ഹജ്ജ് സമയത്ത് തീർത്ഥാടകർക്ക് വലിയ അപകടം പറ്റിയപ്പോൾ, അവിടുത്തെ അപകടത്തിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടപ്പോൾ ബിക്കായുടെ വളണ്ടിയർമാരാണ് അവിടെ ഒരുമിച്ച് കൂടിയ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി വന്ന ആളുകളെ പരിചരിക്കാനും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ആശുപത്രിയിൽ വെച്ചുകൊണ്ട് അവരെ പരിചരിക്കാനും അങ്ങനെ വലിയൊരു സേവന പ്രവർത്തനത്തിൽ കേരളത്തിലെ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന വിക്കായുടെ വ്യത്യസ്തമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളോടൊപ്പം അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഇക്കഴിഞ്ഞ ഹജ്ജ് വേളയിൽ വിക്കായുടെ സേവനം ചരിത്രത്തിൽ സംഘടനയുടെ സേവന പ്രവർത്തന മേഖലയിലെ ഒരു പൊൻതൂവലായി അടയാളപ്പെടുത്താൻ സാധിക്കും. പുതിയ യുവതലമുറക്കിടയിൽ പുതിയ യുവപണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ട് അവരെ കൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ പോരാട്ട മേഖലയിലൊക്കെ വലിയ പങ്കാളിത്തം വഹിക്കാൻ സാധ്യമാകുന്ന തലത്തിലേക്ക് വലിയൊരു പണ്ഡിത നിരയെ വാർത്തെടുക്കാൻ സംഘടനക്ക് ആ മേഖലയിൽ സാധിച്ചു. ഇസ്തിഖാമ എന്ന് പറയുന്ന ഒരു വേദി തന്നെ രൂപീകരിച്ചുകൊണ്ട് ആ ഒരു മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രബോധന മേഖലയിൽ ഇസ്ലാമിക പ്രബോധനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഇന്നത്തെ കാലത്ത് പരിചയപ്പെടുത്താവുന്ന ഭാഷയിൽ വളരെ യുക്തിപൂർവ്വം പരിചയപ്പെടുത്തുന്ന സംഘടനാ സംവിധാനമാണ് ഇബാദിലൂടെ സംഘടന ആവിഷ്കരിച്ചിട്ടുള്ളത്. സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട അജണ്ടയാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. അടുത്ത കാലത്ത് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് കേരളത്തിൽ ഒരു ചർച്ച പോലും ആരംഭിക്കുന്നത്. സാധാരണ ഒരു ഡിഗ്രി PG തലങ്ങളിൽ വരെ പഠിക്കാനും BEd MEd വരെയൊക്കെ എടുത്തുകൊണ്ട് അധ്യാപന മേഖലയിലേക്ക് തിരിയാനും കൂടുതൽ പോയാൽ ഇവിടുത്തെ ചില സർക്കാർ സർവീസുകളിൽ ജോലി ലഭ്യമാകാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു എയിമോടുകൂടി മാത്രം വിദ്യാഭ്യാസ മേഖലയിലേക്ക് കണ്ടിരുന്ന നമ്മുടെ കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനും IAS IPS തലങ്ങളെക്കുറിച്ചുള്ള അതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള വലിയ ശക്തമായ ഒരു സംരംഭവുമായിട്ടാണ് ഏകദേശം 10 വർഷം മുമ്പ് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിഭാഗം തന്നെ സംഘടന രൂപീകരിക്കുന്നത്. കരുണയുടെ നോട്ടം, കനിവിന്റെ കൈനീട്ടം എന്ന പ്രമേയത്തിൽ ആതുര സേവന രംഗത്ത് കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങളുമായി SKSSF-ന് കീഴിൽ സേവന രംഗത്തുള്ള വിഭാഗമാണ് സഹചാരി റിലീഫ് സെൽ.
അപകടത്തിൽപ്പെടുന്ന ജീവനുകൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകി അടിയന്തരമായി ആശുപത്രികളിൽ എത്തിക്കാനുള്ള നിരവധി ആംബുലൻസുകളുമായി അലേട്ടും ദർസ് അറബി കോളേജ് വിദ്യാർത്ഥികളുടെ സംഘശക്തിയെ സമുദായ നവോത്ഥാനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ത്വലബ വിങ്ങും SKSSFന്റെ ചരിത്രപഥങ്ങളിലെ സംഭാവനകളാണ്. KICR-ഉം മനീഷയും സർഗലയവും ഇസയും സ്പീക്കേഴ്സ് ഫോറവും സൈബർ സെല്ലും ക്യാമ്പസ് വിങ്ങും ഓർഗാനെറ്റും ഉൾപ്പെടെ 18 സബ് കമ്മിറ്റികളാണ് SKSSFന് കീഴിൽ കരുത്തോടെ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ തീർത്ത് ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തിൽ സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ വേറിട്ട് നിൽക്കുന്നതാണ്. മദ്രസ വിദ്യാർത്ഥികൾക്കായി 1993-ൽ നിലവിൽ വന്ന ബാലസംഘടനയാണ് സുന്നി ബാലവേദി. വ്യത്യസ്ത മേഖലയിലെ ഉദ്യോഗസ്ഥരെ വിശുദ്ധ ദീനിന്റെ ദഅവത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ. പള്ളി ദർസുകളിലും അറബിക് കോളേജുകളിലും അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദുമാരുടെ കൂട്ടായ്മയാണ് സമസ്ത കേരള ജമിയത്തുൽ മുദരിസീൻ. സത്യസന്ദേശ പ്രചാരണത്തിനായി സമസ്ത പ്രസിദ്ധീകരണ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 6 എഡിഷനുകളിൽ 6 ലക്ഷം വരിക്കാരുമായി മാധ്യമ കേരളത്തിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന സുപ്രഭാതം ദിനപത്രം മലയാളത്തിന്റെ സുഹൃതമാണ്. സുപ്രഭാതം ദിനപത്രം കാലത്തിൻ്റെ ഒരാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഒരു മത നേതൃത്വം, അതിൻ്റെ കീഴിലുള്ള ഒരുപാട് നല്ലതായ പ്രവർത്തനങ്ങൾ, കേരളത്തിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെയും ആ ഒരു ആധികാരിക നേതൃത്വത്തിൽ സമസ്ത ഉണ്ടാകുമ്പോൾ അതിന് പറ്റാവുന്ന വിധത്തിൽ സമസ്തയുടെ സന്ദേശങ്ങൾ, സമസ്തയുടെ തീരുമാനങ്ങൾ, സമസ്തയുടെ നിർദ്ദേശങ്ങൾ, സമസ്തയുടെ നിലപാടുകൾ ഒക്കെ തന്നെ സമൂഹത്തിലെത്തിക്കാനും സമൂഹത്തിൽ അതിമുഖേന ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവിടെ സൃഷ്ടിക്കാനും ഉപയുക്തമാകുന്ന ഒരു പത്രം സമസ്തയ്ക്ക് തന്നെ വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സമസ്തയുടെ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ളൊരു ദിനപത്രം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തത്. SYS മുഖപത്രം സുന്നി അഫ്കാറും SKSSFന്റെ സത്യധാരയും ഗൾഫ് സത്യധാരയും സാഹിത്യലോകത്തിന് മുതൽക്കൂട്ടാണ്. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന തെളിച്ചവും പറപ്പൂർ സബീലുൽ ഹിദായയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അന്നഹ്ലയും സമസ്തയുടെ തൂലികാ ശക്തികളാണ്. ജ്ഞാന തപസ്വികളായ നേതൃത്വവും നേരിന്റെ പക്ഷം പിടിച്ചുള്ള നിലപാടുകളുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനാംഗീകാരത്തിന് പിന്നിലെ കാതലായ കാര്യം. യമനിലെ ഹലർമൌത്തിൽ നിന്ന് കേരള തീരമണിഞ്ഞ സയ്യിദ് കുടുംബത്തിലെ സയ്യിദ് വരക്കൽ ബാ അലവി മുല്ലക്കോയ തങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സംസ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. മുസ്ലിം കേരളത്തിന്റെ അനിഷേധ്യ അമരക്കാരൻ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും ആദർശ കൈരളിയുടെ ആത്മീയാചാര്യൻ പാണക്കാട് PMSA പൂക്കോയ തങ്ങളും പാണ്ഡിത്യത്തിന്റെ നിറകുടമായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുമാണ് ഈ സംഘശക്തിക്ക് നേതൃത്വം നൽകിയത്. നിഷ്കാമ കർണിയും നിസ്തുല്യ നായകനുമായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും പണ്ഡിത തറവാട്ടിലെ സൂര്യ തേജസ് ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരും സുന്നത്ത് ജമാഅത്തിന്റെ പടവാളെന്ന് കാലം വിശേഷിപ്പിച്ച പറവണ്ണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാരും കോട്ടുമല അബൂബക്കർ മുസ്ലിയാരും സൂഫി ലോകത്തെ ചക്രവർത്തി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുമാണ് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് ഊർജം നൽകിയത്. കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാരും KK അബൂബക്കർ ഹസ്രത്തും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും CH ഹൈദ്രോസ് മുസ്ലിയാരും MM ബഷീർ മുസ്ലിയാരും സമസ്തയുടെ പ്രബോധന വീഥികളെ ധന്യമാക്കിയ മഹാരഥന്മാരാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുമാണ് സമസ്തയ്ക്ക് വഴികാട്ടികളായി മുന്നിൽ നയിച്ചത്. നാട്ടിക V മൂസ മൗലവിയുടെ ചാട്ടുളി പോലുള്ള വാക്കുകളും KT മാനു മുസ്ലിയാരുടെ ധൈഷണിക മികവും കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ ആത്മീയ വെളിച്ചവും പാറന്നൂർ PP ഇബ്രാഹിം മുസ്ലിയാരുടെ ജീവിത വിശുദ്ധിയുമാണ് സമസ്തയുടെ കൈമുതൽ. തന്റെ അന്ത്യവിശ്രമത്തിനൊരുക്കിയ ഖബറിലേക്ക് നോക്കിയിരുന്ന് ഖുർആൻ ഖത്തം തീർക്കുന്ന സാത്വിക വര്യർ ഷെയ്ഖുന ആനക്കര C കോയക്കുട്ടി മുസ്ലിയാരും അറിവിന്റെ മഹാപ്രപഞ്ചത്തിലെ അതുല്യ പ്രതിഭ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും മുസ്ലിം കൈരളിയുടെ ആത്മീയ അമരക്കാരൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും നയിക്കുന്ന സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ തണലിൽ കേരളത്തിലെ മുസ്ലിം ബഹുജന സമൂഹം സുസജ്ജമാണെന്ന പ്രഖ്യാപനമായിരുന്നു കൂരിയാട്ട് നടന്ന സമസ്തയുടെ 85ാം വാർഷിക മഹാസമ്മേളനം. ഇന്ന് 90 വർഷത്തിന്റെ തെളിച്ചത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സമസ്തയുടെ ആദർശാരവങ്ങൾക്ക് കാതോർക്കുകയാണ് മുസ്ലിം കേരളം. നാടും നഗരവും മുഴങ്ങിയ സന്ദേശത്തിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്തുകയാണ്. പാരമ്പര്യത്തിന്റെ ധ്വജവാഹകരായി അധിനിവേശത്തിന് നേരെ അടങ്ങാത്ത ആത്മരോഷവുമായി ആദർശ വൈകൃതങ്ങൾക്ക് നേരെ ആവേശം ചോരാത്ത പ്രചാരണങ്ങളുമായി സുന്നി ശബ്ദം അലയടിച്ച ദിഗന്ധങ്ങൾ മറ്റൊരു ചരിത്ര മഹാസംഗമത്തിന് സാക്ഷിയാവുകയാണ്.
അല്ലാഹു 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 അല്ലാഹ് അല്ലാഹു 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 അല്ലാഹ്